രണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ തുടങ്ങല്ലേ? തിരഞ്ഞെടുപ്പ് പരിപാടികൾ വളരെ ആവേശകരമായ അനുഭവമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വരുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കും ഉയർത്തേണ്ടുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ഫലപ്രദമായി ജനസമക്ഷം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിൽ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ, പാർട്ടി നേതാക്കളുടെ പരിപാടികളെല്ലാം കേരളത്തിലുടനീളം വളരെ സജീവമായി നടന്നു വരുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിച്ച പരിപാടികൾ ഇപ്പോഴിവിടെ എറണാകുളം ജില്ലയിൽ ഇന്ന് രാവിലെ എറണാകുളം മണ്ഡലം റാലിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ കഴിഞ്ഞത്. ഇന്ന് രണ്ട് പരിപാടി കൂടി എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് നടന്നതിന് ശേഷം പിന്നീട് ഇടുക്കിയിലേക്ക് പോകുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യ സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എല്ലാവർക്കും അറിയുന്നത് പോലെ മാധ്യമ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ വേട്ടയാടലിനെ തുടർന്ന് BBC ഇന്ത്യയിലെ ന്യൂസ് റൂം പൂട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസമാണ് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ പാർട്ടികളെ മാത്രമല്ല, തങ്ങളെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വംശഹത്യ നടന്ന സന്ദർഭത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് തുറന്നുകാട്ടിയ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് BBCയോടുള്ള ആക്രമണോത്സുകമായ പ്രതികരണമുണ്ടാക്കുന്നതിന് ഇടയായത്. കേന്ദ്ര ഏജൻസികൾ അതിനെ തുടർന്നാണ് ഇൻകം ടാക്സ് വിഭാഗം, അവരെയും ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. IT മുമ്പെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് EDയെയും, EDക്ക് ഇപ്പോൾ IT കൂടി വന്നിരിക്കുകയാണ്. അവരുടെ ഓഫീസുകൾ എല്ലാം റെയ്ഡ് ചെയ്യും, ജീവനക്കാരെല്ലാം മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഇത് BBCക്ക് മാത്രം എതിരായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനു മുമ്പ് NDTVയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും ഇതേപോലെ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അത് പിന്നീട് അദാനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന വളരെയേറെ സങ്കീർണമായ കാര്യം ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി അവർക്ക് നേടാനായി. കമ്പനി ഉടമസ്ഥത തന്നെ അദാനിയുടെ കയ്യിലേക്ക് എത്തി. ദി വയർ ഇതുപോലെ തന്നെ വളരെ ശക്തിയായിട്ടുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെട്ട ഒരു സ്ഥാപനം. സ്കോൾ തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളെയും ഇതേപോലെ വേട്ടയാടി.
ഏറ്റവും അവസാനമായി ദി ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തിൻ്റെ പ്രധാനികളെ തന്നെ ജയിലടക്കുന്ന നില ഉണ്ടായി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മാധ്യമ വേട്ട അതിശക്തിയായി തുടരുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വലിയ ചലനമൊന്നും ഇതേവരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. മുമ്പ് മാധ്യമത്തിനെതിരായിട്ട് നടന്ന വളരെ ശക്തിയായിട്ടുള്ള ഒരു പ്രതികരണം കേരളത്തിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വാർത്തയിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യയിലെ സംപ്രേഷണത്തിൻ്റെ ലൈസൻസ് ഇന്ത്യൻ ജീവനക്കാർ സ്ഥാപിച്ച കളക്റ്റീവ് ന്യൂസ് റൂം എന്ന സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുന്നുവെന്നുമാണ് BBC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള BBC ചരിത്രത്തിലാദ്യമായാണ് വാർത്താ നടത്തിപ്പിൻ്റെ അവകാശം ഏതെങ്കിലും ഒരു രാജ്യത്ത് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. ബ്രിട്ടന് പുറത്ത് BBCക്ക് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഗോളതലത്തിലെ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യ വിശദീകരണം നോക്കിയിട്ടുള്ള പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഓരോ വർഷവും ഇന്ത്യ പിന്നോട്ടേക്ക് പോവുകയാണ്. നരേന്ദ്രമോദി ഭരണകാലത്ത് 2023 ഇന്ത്യയുടെ റാങ്ക് 161. ഇനി അപൂർവ രാജ്യം മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11 സ്ഥാനം പിന്നോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. 11 സ്ഥാനം ഒറ്റ കൊല്ലം കൊണ്ട് പിന്നോട്ടേക്ക് പോയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഘട്ടത്തിൽ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് നടത്താൻ സാധിക്കാതിരുന്നത്. ലോകത്തെവിടെയും ഫാസിസ്റ്റുകൾ ഇങ്ങനെയാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ പേര് പറഞ്ഞ് ഈ പത്രസ്വാതന്ത്ര്യവും പത്രസ്ഥാപനങ്ങളുടെ നടത്തിപ്പുമെല്ലാം അപകടത്തിലാക്കുന്ന രീതി തുടരുകയാണ്. അതിവിടെയും നരേന്ദ്രമോദി ആവർത്തിക്കുന്നു എന്നുള്ളതാണ് സംഭവം. ഇതൊക്കെ ദേശീയാടിസ്ഥാനത്തിലുള്ള പ്രശ്നമാകുമ്പോൾ കേരളത്തിൽ EDയും ITയും ചേർന്നുകൊണ്ട് CPIMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഇപ്പോഴും മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വാർത്തയിലൂടെ അറിയുകയാണ്. എന്തുകൊണ്ടാണ് മരവിപ്പിക്കുന്നത്, എന്താ കാര്യം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിശദീകരണമോ എന്തെങ്കിലും രീതിയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയോ പാർട്ടി ജില്ലാ കമ്മിറ്റിയുമായിട്ട് ഇവരാരും നടത്തിയിട്ടില്ല. 30 വർഷക്കാലമായിട്ടുള്ളൊരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് അവിടെ തന്നെയുണ്ട്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് രേഖാമൂലം കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ളതാണ്, ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കുന്നതാണ്. ഞങ്ങൾക്കാകെ ഒരു പാൻ കാർഡിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഉടനീളം. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്കൗണ്ട് സിസ്റ്റം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. ഓഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത്. 14 ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും എല്ലാ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യവും കൃത്യമായിട്ട്
നൽകിയിട്ടുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇവിടെ മാധ്യമങ്ങൾ ഭരണവർഗത്തിൻ്റെ ഏറ്റവും വലിയ ആശയ പ്രചാരവേദിയുടെ പ്രധാനപ്പെട്ട വക്താവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരെയും കൂടി കൂട്ടിപ്പിടിച്ച് CPM-നെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് ED-യുടെ ഒപ്പം ചേർന്ന് IT കൂടി നിർവഹിക്കുന്നത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നം സംബന്ധിച്ച് വ്യാജരേഖ ചമച്ചത് സംബന്ധിച്ച് കേസ് വരികയുണ്ടായി. നേരിട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള കോടതിയുടെ ഉത്തരവ് പോലും വന്നു. ഇതെല്ലാം വാർത്താമാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട വാർത്തയല്ല. ഇതെല്ലാം ഒരു സ്വാഭാവിക സംഭവം പോലെ അങ്ങനെ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് BJP-യെ കേരളത്തിൽ ജയിപ്പിക്കാൻ അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേ അടങ്ങുമെന്ന വാശിയിലാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളത്. വീണ്ടും അടുത്ത് പ്രാവശ്യം പ്രധാനമന്ത്രി അവിടെ വരുന്നുണ്ട്. ഇവരെ വിചാരം പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചു പോയാൽ ആ സീറ്റ് അങ്ങോട്ട് ജയിക്കുന്നതാണ്. ഉത്തരേന്ത്യയിലൊക്കെ അവരങ്ങനെയാണ് കാണുന്നത് അത്ര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി തൃശ്ശൂരിൽ തന്നെ താമസിച്ചാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല. അതിൽ വേറെ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അത് ഞങ്ങളെ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടോ അത് പ്രചരണമായി ഉപയോഗിച്ചുകൊണ്ടോ മാത്രം യാതൊരു കാര്യം ഉണ്ടാകുന്നു. AICSയുടെ അക്കൗണ്ട് മരവിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ പ്രശ്നമാണ്. മറ്റുള്ളവരെ പറ്റി അവർക്ക് വേവലാതിയില്ല. മാത്രമല്ല കേരളത്തിലെ അക്കൗണ്ട് വേഗം മരവിച്ചോട്ടെ എന്നാണ് കോൺഗ്രസിന്റെ എല്ലാം നിലപാട്. അതിനെയാണ് പ്രചരണായുധമാക്കി ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശരിയായ നിലപാടുകൾ, നയങ്ങൾ അവർക്കെടുക്കാനാകുന്നില്ല എന്നുള്ളതാണ്. നയമില്ല. അത് ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമജന്മഭൂമി എന്ന് പറഞ്ഞ് അവിടെ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ 2025 ഡിസംബറിൽ മാത്രം 1-ാം നില പൂർത്തിയാവുന്ന ആ ക്ഷേത്രം ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ എതിരായിട്ടുണ്ടായിട്ടും 2024 ആദ്യം ഇലക്ഷനിലെ കൃത്യമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന നില വന്നപ്പോൾ ക്ഷണിക്കാൻ പോയ BJP-ക്കാരോട്, അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളോട് സീതാറാം യെച്ചൂരി കൃത്യമായിട്ട് പറഞ്ഞു, ഇത് വർഗീയ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന കാര്യം. വിശ്വാസികൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭരണഘടനാപരമായിട്ട് നൽകുന്നുണ്ട്. എന്നാൽ ഒരു സ്റ്റേറ്റ്, രാജ്യം ഒരു മതവിഭാഗത്തിൻ്റെ കോമരമായി നടക്കുന്ന അവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ സത്യം പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്. ആ ഒരു നില ഇവിടെ മാത്രമല്ല, പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ വേദിയിൽ നമ്മൾ കണ്ടു. ഇന്ത്യയിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും മാറ്റി നിർത്തി 1-ാം സ്ഥാനക്കാരനായി പ്രധാനമന്ത്രി കാണിച്ച കാര്യമെല്ലാം ഈ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. 2 ഉദ്ഘാടനത്തിന്റെയും ഭാഗമായി യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള പ്രവണതയെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം. മഹാത്മാഗാന്ധിയെ പോകുന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1 വർഷം പോലും അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചിട്ടില്ല. RSSന്റെ സർസംഘചാലക് വിളിച്ചു ചേർത്തൊരു വലിയ സമ്മേളനത്തിൽ, പ്രചാരകരുടെ സമ്മേളനം, ആ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയെ നിശബ്ദനാക്കേണ്ടതാണ്. മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞില്ല, ഞാൻ പറയുകയാണ്, ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടതാണ് എന്ന ആശയം
ഹിന്ദു വർഗീയവാദികൾക്ക് നൽകിയത് ഗോൾവാൾക്കറാണ്. അതിന് ശേഷം ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്നു. അതിലെന്തായിരുന്നു പ്രകോപനം? ഹിന്ദു ദേശീയതയെ, അവർ പറയുന്നത് ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തി രാജ്യമുണ്ടായില്ല എന്നാണ്. മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ കിട്ടി, ഇവിടെ ഇങ്ങനൊരു രാജ്യമുണ്ടായില്ല. ഇതാണ് ഏറ്റവും ശക്തിയായിട്ട് അന്ന് ഗോൾവാൾക്കർ പറഞ്ഞത്. ഇതേ നിലപാട് തുടർന്നാൽ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ് പ്രയോഗം. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വർബാറ്റ മുഴുവൻ. ഡൽഹി മ്യൂസിയത്തിൽ അത്ര ഗൗരവമുള്ള ഒന്നാണ് മതരാഷ്ട്രമാവുക, മതനിരപേക്ഷ രാഷ്ട്രമാവുക എന്നുള്ള പ്രശ്നം. ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണ്? അത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് എന്തൊരു അഭയം എന്നാണ്. ശരിക്കും അതിൻ്റെ അർത്ഥം ഒരു മതരാഷ്ട്രമാവുക എന്നതാണ്. ആ മതരാഷ്ട്രമാവുക എന്നുള്ള BJP നിലപാടിനോട് ഒരൊറ്റ അക്ഷരം പ്രതികരിക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തിനാകുന്നില്ല എന്ന നയദാരിദ്ര്യം കോൺഗ്രസിന്റെ ഈ നിലപാട് ഈ രാജ്യം കാണുന്നു. ഇവിടെ കോൺഗ്രസ്സുകാർ വലിയ വാദമാണ്. നിങ്ങളെല്ലാം ചാനലിൽ വന്ന് ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ തന്നെ ഇന്നലെ കേട്ടതാണ്. അപ്പോൾ എന്തേ നിങ്ങളിങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രകടന പത്രികയുടെ ഇന്ന പേജ് എടുക്കുക, ആ പേജിൽ ഇന്ന ഗണ്ണിയെടുക്കുക, അതിൻ്റെ ഉൾച്ചേർന്ന് നിൽക്കുന്നത് ഇതാണെന്നാണ്. ആരെ പറ്റിക്കാനാണ്? വെറുതെ ഓരോന്ന് പറയുക. അത് പച്ചയായിട്ട് പറയണ്ടേ? CPM-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു, CPI-യുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു. ഈ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയം ഒരു മതരാഷ്ട്രമാക്കാനുള്ള പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം എന്നുള്ളതാണ്. കേരളം നടപ്പിലാക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അത് കേരളം നടപ്പിലാക്കേണ്ടി വരും എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പോഴാ പറഞ്ഞ നമ്മൾ വളരെ ശക്തിയായ രീതിയിലുള്ള നിയമ നടപടികളുമായിട്ട് പോകും. അതിങ്ങനെ കിടക്കുകയും പോകും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഇരിപ്പെന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന സ്ഥിതി ഒന്നുയർന്നിട്ടുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചും ഏക സിവിൽ കോഡ് സംബന്ധിച്ച് അവർക്ക് അഭിപ്രായമില്ല. അതുപോലെ UAPയെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ BJPയുടെ ഒരു അനുബന്ധം പോലെ മൃദു ഹിന്ദുത്വ സമീപനവുമായിട്ട് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ്. വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഒന്നാം UPA ഗവൺമെന്റ് CPIM പിന്തുണയോടുകൂടി ഭരണത്തിലിരുന്ന സന്ദർഭത്തിൽ രൂപീകരിച്ച ഗവൺമെന്റാണ് ഒന്നാം UPA ഗവൺമെന്റ്. BJP ഗവൺമെന്റ് വരാതിരിക്കാൻ വേണ്ടി CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ 62 സീറ്റുണ്ടായിട്ട് എല്ലാം കോൺഗ്രസിനെതിരായിട്ട് മത്സരിച്ച് ജയിച്ചാണ്. പക്ഷെ BJP വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ആ ഗവൺമെന്റിന്, ഒന്നാം UPA ഗവൺമെന്റിന് പിന്തുണ നൽകുന്നത്. എന്നിട്ട് ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഷാഫി പറവലിന്റെ നോമിനേഷൻ സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ജാഥയിൽ വളരെ അപമാനകരമായ രീതിയിലാണ് ആ തൊഴിലാളികളെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല എന്നാണ് പെണ്ണുങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല. അപ്പോൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ എന്തോ ഒരു അധസ്ഥിത വിഭാഗത്തിൻ്റെ ഭാഗമാണെന്ന് വരുത്തുന്ന നിലയാണ്. 40 ലക്ഷത്തോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. UDF-ന് കൊണ്ടാട്ടില്ല. എന്തേ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് പറയാൻ തന്നെ അവർക്ക് അതൊന്നും വലിയ കാര്യമല്ല എന്നാണ്. കാരണം ഓരോരാളുടെ സാംസ്കാരിക അവബോധമാണ് പുറത്തേക്ക് വരുന്ന ഭാഷ. അതാ കാര്യം. അതുകൊണ്ടാണ് സുധാകരൻ VD സതീശനെ തന്നെ മറ്റേ പ്രയോഗം നടത്തി വിളിച്ചത്. ഓരോരുത്തർക്കും അങ്ങനെ ആവാനേ പറ്റുള്ളൂ. അങ്ങനെ വിളിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമാണെന്നില്ല. തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല എന്ന് പറയുന്നതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. അതൊരു വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ടാണ് കേരളം കാണുന്നത്. സ്ത്രീ മുന്നേറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അറിയുന്നത് പോലെ കുടുംബശ്രീ. ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നം തന്നെയാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ സംവിധാനം ഇന്ന് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന് സ്വയം തൊഴിൽ കണ്ടെത്തി
ഒരു പുതിയ സാമ്പത്തിക ജീവിതം തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള, ഇന്നിപ്പം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷൻ ഉൾപ്പെടെ ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സ്ത്രീകളാണ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാരവാഹികളുമായിട്ട് വരുന്നവരിൽ ഭൂരിപക്ഷവും നമുക്ക് അറിയാം. അപ്പോൾ വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് നായനാർ ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് രൂപപ്പെടുത്തി വളർത്തിയെടുക്കുക, ഇപ്പോഴും പിണറായി വിജയൻ ഗവൺമെൻറ്റും വളർത്തിയെടുക്കുന്ന ഈ കുടുംബശ്രീയെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓരോ സന്ദർഭത്തിലും UDFിൻ്റെ നിലപാട് രാഷ്ട്രീയമായിട്ട് വിശദീകരിക്കുന്നതിൻ്റെ ഘട്ടത്തിലുണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ചൂണ്ടിക്കുകയാണ്. ഏതാണ്ട് 38.7 ലക്ഷം കുടുംബശ്രീ അംഗങ്ങളുണ്ട് ഈ കേരളത്തിൽ. അവരെയും ആഹ്വാനിക്കുന്ന നിലപാടാണ് എപ്പോഴും ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ അവമാനിക്കുന്ന നിലയാണ് അവരും സ്വീകരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം ഒരു ചർച്ചയായിട്ട് വന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന തിരുവനന്തപുരം സ്ഥാനാർത്ഥിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട അത് മുഴുവൻ കാണിച്ചില്ല എന്നുള്ള ആരോപണം. അത് സാധാരണ രീതിയിൽ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ മൂലധന നിക്ഷേപം എങ്ങനെ മറച്ചു വെച്ച് വളരെ ചുരുങ്ങിയ സ്വത്ത് മാത്രം കാണിച്ച് ജനങ്ങളെ പറ്റിക്കാം, വോട്ടർമാരെ പറ്റിക്കാം എന്നുള്ള ഗവേഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി എല്ലാവർക്കും അറിയുന്നതാണ്, ജൂപ്പിറ്റർ ക്യാപിറ്റൽ. അതിനെപ്പറ്റി പറയുന്നേയില്ല. കമ്പനിയുടെ ഭാഗമായിട്ട് വരുന്ന ആദായങ്ങളെ സംബന്ധിച്ചൊന്നും ചൂണ്ടിക്കാണിക്കാതെ, മൂലധന നിക്ഷേപത്തെ പറ്റി ഒന്നും പറയാതെ അദ്ദേഹം 29.9 ലക്ഷം 29 കോടി 9 ലക്ഷം രൂപയുടെ സ്വത്തുണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ നാമനിർദ്ദേശ പത്രികയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ജെറ്റ് വിമാനം തന്നെ മുമ്പ് വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയുന്ന പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. അപ്പോൾ അതിനെയെല്ലാം മാറ്റി നിർത്തി തൻ്റെ സ്വത്ത് ഇത്രയേ ഉള്ളൂ, 29 കോടി 9 ലക്ഷം മാത്രമേ ഉള്ളൂ. ഉള്ള സ്വത്ത് പറയാലോ, ഇവിടെ 500-600 കോടിയെല്ലാം ഉള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ 2000-3000-10,000 കോടി ഉണ്ടാവും, അവരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതാണ് കാര്യം. അപ്പോൾ വോട്ടർമാർക്ക് തൻ്റെ സ്ഥാനാർത്ഥികളുടെ നിക്ഷേപങ്ങളും അതുപോലെ തന്നെ താല്പര്യങ്ങളും അറിയാനുള്ള അവസരം തന്നെ ഇല്ലാതാക്കാനുള്ള നിലപാടാണിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോഴും വേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടോ ഗവൺമെന്റിനെതിരായിട്ടോ ഒന്നും പറയാനില്ലാത്ത ഘട്ടം വന്നപ്പോൾ വീണ് കിട്ടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പർവ്വതീകരിച്ച പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും. അതിലേറ്റവും അവസാനത്തെ കാര്യമാണ് പാനൂരുണ്ടായ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്ന നില വരെ ഉണ്ടായത്. ചിലർക്ക് പരിക്കും പറ്റി. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. പാർട്ടിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അതുമായി ബന്ധമില്ലാതിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. കാരണം പാർട്ടിക്കെതിരാണ് ബോംബ്. പാർട്ടി ബോംബുണ്ടാക്കുന്നില്ലല്ലോ. സംഘർഷാത്മകമായ ഒരു സാഹചര്യവും ഉണ്ടാവരുത് എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടാണ്, വെറുതെയല്ല. അതായത് 22ാം പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനം തൃശ്ശൂരിൽ നടന്നപ്പോഴും, അവിടെയാണ് പാർട്ടി സമ്മേളനം നടന്നത്. അന്ന് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, കേരളത്തിലെ സമാധാന നില സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന രീതിയിൽ CPIM മുൻകൈയെടുക്കുന്നു. ബലവാന് മാത്രമേ ആത്മസംയമനം പാലിക്കാനാവൂ, ദുർബലർക്ക് അത് സാധിക്കില്ല. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ
കേരളത്തിലെ CPIM ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ പോലും പ്രതിരോധത്തിന്റെ രീതിയിൽ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം സായുധമായ നിലപാട് സ്വീകരിക്കുന്ന പ്രശ്നം ചോദിക്കുന്നില്ല എന്ന് പാർട്ടി അസന്നിഗ്ധമായി ആ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുറെ കൊല്ലായല്ലോ. 22ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു, 23ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു, 24ാം പാർട്ടി കോൺഗ്രസിലേക്കാണ് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള തന്നെ നീങ്ങേണ്ടത്. ഞങ്ങൾ ഇന്നേ വരെ ഈ പറഞ്ഞ ഞങ്ങളുടെ നിലപാടിനെതിരായി എവിടെയെങ്കിലും പ്രതിരോധ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചോ? നിങ്ങൾ ഈ പത്രക്കാരുടെ കുറെ മാധ്യമങ്ങൾ നിങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും അതിന്റെ ഒരു മെഗഫോണായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. എനിക്കനുഭവമില്ല. ഞാൻ സാധാരണ വിശദീകരിക്കാറുണ്ട്. വർഗപരമായ നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊന്നല്ല നിലപാട് സ്വീകരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഭരണവർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ BJPയുടെയും അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട ചീഫുകളായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല, ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല നടത്തുന്നത് കേരളത്തിലാണ്. ഏറ്റവും വലിയ വലതുപക്ഷ ആശയ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ഇവിടെയാണ്. അതെല്ലാം ഉണ്ടായിട്ടും എന്തിനാ പത്രസമ്മേളനം നടത്തുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ ബാധ്യത നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നാളെ കൊടുക്കുന്നു വിചാരിക്കുന്നല്ല. ഈ പത്രസമ്മേളനം നമ്മൾ നടത്തുന്നു. വേണം കൊടുക്കാൻ വേണം കൊടുക്കാതിരിക്കുക. ഞങ്ങൾക്ക് പറയാണ്ട് പറയാം, പറഞ്ഞു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ഫാസിസത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എത്ര കാലം എന്ന് മാത്രമേ നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ എത്രയാണെന്നുള്ളത് മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. എന്താ വാർത്ത ഉണ്ടാക്കാനാവുക എന്ന കാര്യം ഗവേഷണം നടത്തുക. പാർട്ടി പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാന്നും ഞങ്ങൾക്ക് ഇതിന്റെ ഒരു കാര്യം ഉണ്ടാവേണ്ടിയില്ല എന്നും കാര്യകാരണ നിയമം അനുസരിച്ച് എല്ലാവർക്കും അറിയാലോ. ബോംബ് ആവശ്യമുണ്ടെങ്കിലല്ലേ ബോംബ് നിർമ്മിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങളോട് ബോംബ് നിർമ്മിക്കുകയും ചെയ്യില്ല. ആരെങ്കിലും ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം നടന്നു, അതിപ്പോ എവിടെയൊക്കെ നടന്നു സ്ഫോടനം ഞാനവിടെ ഒന്നും വിശദീകരിക്കുന്നില്ല. ആരെല്ലാം അതിന്റെ ഭാഗമായിട്ട് മരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ പാനൂർ സംഭവം വന്നപ്പോൾ പർവ്വതീകരിച്ചു. തിരുവനന്തപുരത്ത് അതിന്റെ തൊട്ടാഴ്ച മുമ്പ് വന്നിരുന്നു. അതില്ല, വാർത്തയില്ല. ഇവിടെ വരുമ്പോൾ വലിയ വാർത്ത അത് CPIMന്റെ നേതാക്കൾ പോയി കളഞ്ഞു എന്നാണ്. ഇവിടെ സ്വന്തം നാടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നാൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ദുഃഖാചരണം നടത്താനല്ലോ പോയത്. കുടുംബത്തെ കാണാൻ ശവസംസ്കാരത്തിന് മുമ്പല്ലേ പോയി നിങ്ങൾ പറയുന്ന കാര്യം പോലും. ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്താ ഉണ്ടാക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത് മനുഷ്യത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും എന്താ അതിന്റെ വഴിയെന്ന് പോലും മറന്ന് രാഷ്ട്രീയ ഉപകരണമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലേ അവിടെ ഉണ്ടായ. പിന്നെ പറയുന്നത് അവിടെ ഇന്നലെ ഇപ്പം മനോരമയുടെ ഇന്നത്തെ ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട ഫോട്ടോ വാർത്തയും DYFI നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഓടിക്കൂടിയിട്ടുള്ളവരിൽ DYFIക്കാരുണ്ട്. അവരെല്ലാം ചേർന്നിട്ടാണ് ആശുപത്രി കൊണ്ടുപോയത്. ഇതിനെ അവിടെ തന്നെ പറഞ്ഞ് ആരും ചാവില്ലേ? മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. കേസിന്റെ രീതിയിൽ കൈകാര്യം ചെയ്തോട്ടെ, ഞങ്ങൾക്കതിന് തർക്കമില്ല. അതുകൊണ്ട് CPIMനെ വലിച്ചഴക്കാൻ നിങ്ങൾ നോക്കണ്ട. CPIM ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള ഗുണഭോക്താവല്ല. അവരെ ഞങ്ങളെ മുമ്പ് തന്നെ തള്ളി പറഞ്ഞാണ്. ഇപ്പം നല്ല മുമ്പേ തള്ളി പറഞ്ഞാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവര് പ്രതിയായ കേസുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന് നേരെ കടന്നാക്രമിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന കേസുണ്ട്. അത് 687/23 ക്രൈം നമ്പർ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ഷെറിനും അതുപോലെയുള്ള ആളുകൾ അതിൽ പ്രതിയാണ്. അതുപോലെ CPIMന്റെ പ്രവർത്തകൻ ആഷിഖിനെ ആക്രമിച്ച കേസിലും ഇവർ പ്രതിയാണ്. പിന്നെ CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ലീലയുടെ വീട് ആക്രമിച്ച കേസിൽ പ്രതിയാണ് ഈ രണ്ടുപേരും. ഇപ്പോൾ CPIM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയായിട്ടുള്ള ആളുകൾ മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള
തികച്ചും അപലപിക്കേണ്ടത്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തത്. ആ കുറ്റം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് മരണം വരെ സംഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പുറപ്പെടുന്നില്ല, തെറ്റായ നിലപാടാണ്. പക്ഷെ അത് പാർട്ടിൻ്റെ മേലെ കെട്ടിവെച്ച് സംതൃപ്തിയോടുകൂടി ഇലക്ഷൻ പ്രവർത്തനം നടത്താം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിനൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മേലെ ഈ ആശയ പ്രചരണത്തിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രചാരവേദിയും ഏശില്ല എന്ന കാര്യം നല്ലപോലെ പറയാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു. ഞാൻ ഇത്രയും വിശദീകരിച്ചതുകൊണ്ടാണ്. ഇപ്പോ കൊലപാതകങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതൊക്കെ ഏകപക്ഷീയ കൊലപാതകങ്ങളായിരുന്നല്ലോ ഇപ്പോൾ പിന്നെ നടന്നത്. 22ാം പാർട്ടി കോൺഗ്രസിന് ശേഷം നടന്ന കൊലപാതകങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഏകപക്ഷീയമായ കൊലപാതകങ്ങളാണ്. ഇനി നിങ്ങൾക്ക് കണക്ക് മൊത്തം വേണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കേരളത്തിന്റെ രക്തസാക്ഷികളുടെ പട്ടികയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊന്നവരുടെ കൃത്യമായ കണക്കുണ്ട്. കണക്ക് വേണോ? വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് തരാം. ഞാനെന്ന് അതിന്റെ രക്തചുരുക്കം പറയാം. അതിൽ 691 സഖാക്കളെയാണ് കൊന്നത്. 691. മറ്റേ അവസാനത്തെ സത്യനാരായണൻ കൂടി കൂടുമ്പോൾ 692. ഇതിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവസാന ഘട്ടം ഈ പാർട്ടി തന്നെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആത്മസംയമനം കഴിക്കാൻ അതിന്റെ കരുത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമീപനത്തെ തുടർന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ 27 സഖാക്കളെ കൊന്നിട്ടുണ്ട്. 27 സഖാക്കളെ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് കൊന്നിട്ടുണ്ട്. അതിൽ RSS ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്തും തിരിച്ചടിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്തത് ജനങ്ങളെ എഴുന്നേൽക്കുക. അതാണ് ശരിയായ ജനാധിപത്യ രീതി. കൊലക്ക് കൊലയല്ല എന്ന് കണ്ടുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ 27 സഖാക്കളെ ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ മാത്രം ഓരോ ആളുടെ പേരെൻ്റെ കയ്യിലുണ്ട്. കൊല്ലം ദിവസം എൻ്റെ കയ്യിലുണ്ട്, ജില്ല എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ ലിസ്റ്റ്. ഓടെ നിങ്ങൾക്ക് തരാം. ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് ഇലക്ഷൻ വേണം 4 വോട്ട് കിട്ടുന്ന വിചാരിക്കുമ്പോൾ ഈ മെറിറ്റിനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. CPIM 22ാം പാർട്ടി കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ട് മെറിറ്റുണ്ടല്ലോ. ഒരാളെയും കൊല്ലില്ല, ഇങ്ങോട്ട് കൊന്നാലും അങ്ങോട്ട് കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ അണിനിരത്തിയാണ് അതിനെ പ്രതിരോധിക്കുക. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിത്തറ വികസിച്ചത്. തകർന്നു പോവുകയല്ല ചെയ്യുന്നത് ഈ പാർട്ടി, ഈ പ്രസ്ഥാനം നല്ലപോലെ മുന്നേറിയതാണ്. കൊലപാതകം നടന്ന സ്ഥലത്ത് വന്നത് തന്നെയാണ്, ജില്ലയിൽ വന്നത് തന്നെയാണ്. കണ്ണൂരായിരുന്നല്ലോ ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ബോംബ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രവും അതിനെയും DCC ഓഫീസിന്റെ മേലെ 3 തരം ബോംബ് പ്രദർശനത്തിന് വെച്ചു. ഞങ്ങൾക്കിതെല്ലാം നല്ല ഓർമ്മയുണ്ട്. കാരണം അതിലേക്ക് അഭിമുഖീകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത്. എന്നൊരു പത്രപ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവരെ വന്നു. എന്നിട്ട് കാണിച്ചു 1ാമത്തെ ബോംബ്. അത് പുറകേണ്ടാവും, പേടിപ്പിക്കാൻ വേണ്ടി പോകാം, അപകടമില്ല. 2ാമത്തെ ബോംബും അത് പരിക്കേൽപ്പിക്കാം, കൊല്ലാൻ പറ്റില്ല, അത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ 3ാമത്തെ ബോംബ് അത് തീരും, ഇത് കൊല്ലുന്ന ബോംബാണെന്ന്. അത് മാധ്യമങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കോൺഗ്രസിന്റെ DCC ഓഫീസിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെട്ട, ഇപ്പൊ പുതിയ ഓഫീസാണ്, പൊളിച്ചു മാറ്റപ്പെട്ട പഴയ ഓഫീസിന്റെ മേലെ ടെറസിൽ കൊണ്ടുപോയിട്ടാണ് പത്രപ്രവർത്തി ഇതെല്ലാം കാണിച്ചു കൊടുത്തത്. DCC ഓഫീസ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷാഫി പറമ്പിൽ. ഇപ്പൊ ഇവരെല്ലാം കയറി CPIM ഇടതുപക്ഷ പ്രസ്ഥാനം എവിടെയോ കൂട്ടിയൊരു ബോംബുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പാർട്ടിയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ പാർട്ടി നിങ്ങൾ അംഗീകരിക്കണം. സാമാന്യ പത്രപ്രവർത്തന ബോധ്യമുണ്ടെന്ന് അംഗീകരിക്കണം. കാരണം എന്താ, 27 സഖാക്കളെ
ഈ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ കൊന്നൊടുക്കിയിട്ട് ഒന്നിനു പോലും പ്രതികാരം ചെയ്യുക എന്നുള്ള ആയുധ സംവിധാനം ഉപയോഗിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാത്ത പാർട്ടിയെ പറ്റിയാണ് പഠിക്കേണ്ടത്, പറയേണ്ടത്. ഇതിന് വൈകി പോകുന്ന ആരെയെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ആരോപണമാണ് പ്രചരണം നടത്തുക, ആ കൂട്ടിൽ പോയിട്ടുള്ള ആളുകളെ പറ്റി പരിശീലിക്കുക, എന്നിട്ട് അതിന് വലിയ വാർത്തയായിട്ട് ഹെഡിങ് കൊടുക്കുക. വാർത്താ സംസ്കാരത്തിന്റെ ലേവലേശമില്ലാതെ നിലപാട് സ്വീകരിക്കുന്നവരാണ് നിങ്ങൾ പലരും. എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ലിസ്റ്റ് ഞാൻ 27 പേരും ദിവസവും കൊലപാതകം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരും ക്രിമിനൽ സംഘത്തിൻ്റെ പേരും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാർട്ടി എടുത്ത കൃത്യമായൊരു നിലപാടിൻ്റെ ഭാഗമായി കേരളത്തിൽ സംഘർഷാത്മകമായൊരു സാഹചര്യം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കായി. ഒരാളും കൊല്ലപ്പെടരുത് എന്നുള്ള നിലപാടാണ് CPIM എടുക്കുന്നത്. CPIM-നെ കൊന്നവരെ പോലും കൊല്ലുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോഴും ഇവിടെ അനാവശ്യമായ പ്രചാരവേല നടത്തി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി വടകര നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഇന്ന് ഓരോ പത്രവും വലിയ റിവ്യൂ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എത്ര കൊല്ലായി എഴുതുന്നു? ഇത് ഭയങ്കരമായ രീതിയിൽ കേരളത്തിലുടനീളം വടകരയിൽ മാത്രമല്ല ഈ എവിടെയോ പൊട്ടിയ ഒരു ബോംബുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് CPM-ന്റെ മേലെ വെച്ച് കെട്ടിയിട്ട് പ്രചരണം നടത്തുന്നത്? തികഞ്ഞ രാഷ്ട്രീയം. ED-യുടെയും IT-യുടെയും അതേ രാഷ്ട്രീയം നിങ്ങൾക്കും ഈ മാധ്യമങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അതല്ലേ ഞാൻ പറഞ്ഞു, ആശുപത്രി കൊണ്ടുപോയത് ഉൾപ്പെടെ അവരൊക്കെ അത് അന്വേഷിക്കട്ടെ എന്ന് പോലീസ് അന്വേഷിച്ചോട്ടെ. ഞങ്ങളതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം വേണം. അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി അന്വേഷിച്ചോട്ടെ. എന്തേ ഞാൻ പറഞ്ഞ ഈ കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായം? കൊലപാതകം നടത്താൻ പാടില്ല, ആരും മരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ച് 27 ആളെ കൊന്നല്ലോ. കൊന്നതിന് പ്രതികരണം ചെയ്തില്ലല്ലോ ഞങ്ങൾ. എന്തേ നിങ്ങളുടെ അഭിപ്രായം? അതെങ്കിലും പറയണ്ടേ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ കൊല്ലണം തന്നെയാ? അല്ല, അത് കൊല്ലണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആയിക്കോട്ടെ, അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾ അതിൽ വേറെ എന്താ പ്രശ്നമുള്ളത്? ആരെയാണോ വേണ്ടത്, വേണ്ടവരെ പിടിച്ചോട്ടെ, അന്വേഷിച്ചോട്ടെ. അന്വേഷിക്കുന്നതല്ലേ ഉള്ളൂ, കുറ്റവാദം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അന്വേഷിക്കട്ടെ. ഏത് പോലീസിനൊരു വീഴ്ച സംഭവിച്ചില്ല. പോലീസ് അന്വേഷിക്കില്ല, വളരെ കർശനമായ രീതിയിൽ അന്വേഷിക്കില്ല. അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ആരും ഇതിൽ ഇടപെടുന്നില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ലല്ലോ അതിൽ. ഞങ്ങളെന്തിനാണതിൽ ഇടപെടാൻ പോകേണ്ടത്? പോലീസ് നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കും. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ അന്വേഷണം നടക്കുന്നു. നടന്നോട്ടെ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇവരെയൊക്കെ കൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ ചെറുപ്പക്കാർ ഉൾപ്പെടെയാണെന്നാണ്. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യം എല്ലാ സമൂഹത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു മനുഷ്യത്വപരമായ നിലപാടല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കേസിൻ്റെ ഭാഗമായിട്ടായി വരും. എത്ര അളവിൽ അങ്ങനെയെല്ലാം കേസ് വരുന്നുണ്ട്. അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആ ഭാഗം മതിയാക്കി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് വാർത്ത ഉണ്ടാകണം. ഏതാ പത്രം? റിപ്പോർട്ടർ. എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കണം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വളരെ വ്യക്തല്ലേ, കേരള വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്. ഒരു മൂല്യവുമില്ല. ഒരു തരത്തിലുള്ള സാംസ്കാരിക സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂല്യമില്ലാതെ ഒരു തറ, ഒരു സിനിമ RSSകാരും BJPക്കാരും കൂടി ചേർന്ന് മൂലധന നിക്ഷേപം നടത്തി. മൂലധന നിക്ഷേപം നടത്താൻ സൗകര്യമുള്ളവർക്ക് എന്തും ചെയ്യാലോ. അത് ഉപയോഗിച്ചൊരു സിനിമ ഉണ്ടാക്കി. ഈ കേരളം ആരും കണ്ടിട്ടില്ല. റിലീസൊക്കെ ചെയ്തിരുന്നു, ആരും കണ്ടിരുന്നില്ല. എന്നിട്ട് ദൂരദർശന്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധതയും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സിനിമ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ മേലെ അഭിപ്രായം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ലേവലേശം അതിന്റെ ആശയം രൂപപ്പെടില്ല. അതിന് ഒരു സംശയം എനിക്കില്ല.
ഏതൊക്കെ രൂപതയോ ഏതൊക്കെ കാണിക്കുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ആരും കാണാലോ, ഞങ്ങളിപ്പോൾ പറയുമോ ആരും കാണണ്ടാന്നും. ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനത്തെ ഉപയോഗിച്ച് ആ കാര്യം നിർവഹിക്കുമ്പോഴാണ് ചട്ടവിരുദ്ധമാകുന്നത്. അല്ലാതെ ഞാനോ നിങ്ങളോ ആരെങ്കിലും എടുക്കുകയും ആരെങ്കിലും കാണുന്നതിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റുമോ? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രം സമീപിക്കേണ്ട ഒരു പ്രശ്നമല്ല. അതായത് ആശയ പ്രചാരവേല എല്ലാവർക്കും നടത്താനുള്ള സൗകര്യമുണ്ടല്ലോ. പക്ഷേ ഇതൊരു പ്രത്യേക അജണ്ട വെച്ച് ഗവൺമെന്റിനെയും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റിനെയും പൊതുവെ കേരളത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും കടന്നാക്രമിക്കാനുള്ള ഔദ്യോഗിക നിലപാടിനെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് നിർത്തുന്നത്. വ്യക്തികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾക്ക് വിശ്വാസം സാധിക്കുന്നതാണ്, പക്ഷെ ഗവൺമെന്റിന് അത് ഇല്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ ഈ കാര്യത്തെ സംബന്ധിച്ചും ആരെങ്കിലും കാണിച്ചു എന്നുള്ളതുകൊണ്ട് കാണിച്ച കാര്യം വെച്ച് നമുക്ക് എന്തെങ്കിലും നിലപാടിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് നമുക്ക് അന്വേഷിച്ച് നോക്കാം എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അതിലെന്താ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം അല്ല തീരട്ടെ ഇവര് പറഞ്ഞോട്ടെ. പിന്നെ അവളെ പറയാൻ ചാൻസ് കിട്ടിയില്ല എന്ന് പറയണ്ട. എല്ലാവർക്കും പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഒട്ടുകൊണ്ട് ഞാൻ ആദ്യപരമായിട്ട് നടത്തുന്നത്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ എങ്ങനെ വരുമെന്ന് ഞാൻ നോക്കട്ടെ. ഈ CPIഎമ്മിനെ ഈ 27 സഖാക്കളെ കൊന്നിട്ടും അതിന് പ്രതികാരം ചെയ്യാത്ത ഉറച്ച രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് പോയ പാർട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പദമുണ്ട്. അതെന്താ? മാധ്യമ ശൃംഖലകൾ അഭിനന്ദിക്കേണ്ടിയാണ്. അതിന് പകരം ഒരു കാര്യകാരണ നിയമവും നോക്കാണ്ട് ആരോ ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോയതെല്ലാം CPIഎമ്മിൻ്റെ തലയെ കെട്ടി വെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമമാണ് നടത്തിക്കൊണ്ടത്. അതുവഴി മറ്റേ വടകര ഞങ്ങൾ ശരിയാക്കിക്കൊള്ളുന്നതാണ് ഇപ്പോൾ പറയുന്നത്. വടകര ശൈലജ ടീച്ചറെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്നാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഈ കേരളത്തിൽ 20 സീറ്റുണ്ടല്ലോ, ഇതിലാദ്യം ജയിക്കുന്ന സീറ്റ് വടകരയിൽ അത് അങ്ങനെ ഇരിക്കും. നിങ്ങൾ എഴുതൂലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നത്. ഞാൻ 2 പ്രാവശ്യം പറയുന്നത്. നിങ്ങൾ അത് എഴുതിയാൽ നിങ്ങളുടെ കേസ് ഔട്ടാവില്ലേ? ശരി, എന്നാൽ മതിയാക്കാതെ നിങ്ങൾക്ക് മതിയായെങ്കിൽ മതിയാക്കാം. യെസ്, അവസാനിപ്പിക്കും. അതുകൊണ്ട് പറഞ്ഞു 2 മിനിറ്റ് കൂടി നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഒരു ഷോർട്ട് ഫിലിം അനിൽ കുമാർ രവീന്ദ്രൻ സംവിധാനം ഷോർട്ട് ഫിലിം ഇവിടെ ഗോവിന്ദ മാഷ് പ്രകാശനം ചെയ്യുന്നത്. സ്നേഹ തണൽ എന്നാണ് അതിന്റെ പേര്. അതുകൂടി എങ്ങനെയാ? പ്രിയപ്പെട്ട സമ്മതിദായകരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എറണാകുളം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ചിട്ടികരിമാൻ നക്ഷത്രമടയാളങ്ങൾ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തണമെന്ന് വിജയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് പിന്നാലെയായി കടന്നു വരികയാണ്. നിങ്ങൾ നേരിൽ കാണുവാൻ നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ ഹലോ മിനി, എന്തുണ്ട് വിശേഷം? എത്ര കാലത്ത് വീട് വിടയോ? എന്റെ ഈശ്വര, ഇതാരാ? എന്റെ മോള്. ആ മോളെ, അവരൊക്കെ എന്റെ കൂട്ടുകാരാ. തൊഴിലുറപ്പിന് പോയ ഞങ്ങള്. സുഖമാണോ? സുഖാണ്. ഇതാ വീട്, ലൈഫിൽ കിട്ടിയതാ. കൊള്ളാലോ. ആ മോളെ, ഞാൻ പറയാറില്ലേ ടീച്ചർ. മോളെന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ അടുത്തൊരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുക. ടീച്ചർ, ഇത് നമ്മുടെ ട്രാൻസ്പോർട്ടാ. ഈ മൂന്നാമതിരിക്കുന്ന നീയാ, ആ പുറകെ നിൽക്കുന്ന ഞാനും. നിനക്ക് തിരക്കുള്ളതല്ലേ, നീ പൊയ്ക്കോ.
ടീച്ചർ ജയിക്കും, എനിക്ക് ഉറപ്പാ. മിടുക്കി. പ്രിയപ്പെട്ട സമ്മതിദായകരെ, ഇടതുപക്ഷ